ലോക ഭൌമദിനത്തിൽ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുട്ടികൾ പ്രതിഷേധവുമായി രംഗത്ത്. മലയോര നാടിനെ പാറമാഫിയകളുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 50ഓളം വരുന്ന കൊച്ചുകുട്ടികൾ രംഗത്തെത്തിയത്. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങളായ അതിരുങ്കൽ, കുളത്തുമൺ, കാരക്കാക്കുഴി, തിടി, പോത്തുപാറ എന്നീ പ്രദേശങ്ങൾ ഏറെക്കാലമായി പാറമാഫിയകളുടെ പിടിയിലാണ്. മലകളെ കൊന്നൊടുക്കി ഈ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കുകയാണ് പാറമാഫിയകൾ ചെയ്യുന്നത്. മലകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ട് 58 ദിവസമാകുന്നു. ശുദ്ധജലവും ശുദ്ധവായുവും നിഷേധിക്കരുതെന്നും തങ്ങളുടെ നാടിനെ കൊന്നൊടുക്കരുതെന്നും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നിത്യരോഗികളാക്കരുതെന്നും ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതലാണ് കുട്ടികൾ പ്രക്ഷോഭം ആരംഭിച്ചത്. കൊച്ചുകൂട്ടുകാർക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ കലഞ്ഞൂരിലെ സമരപന്തലിൽ എത്തിയിരുന്നു. ലോക ഭൗമദിനം, ഭൂമിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഈ ഭൂമിയും മണ്ണിനെയും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഈ ലോക ഭൗമദിനത്തിന്റെ ഭാഗമായി ഇന്ന് കുട്ടികളാണ് ഞങ്ങൾ സമരപന്തലിൽ ഇരിക്കുന്നത്. ഇന്ന് 58ാം ദിവസമായ സമരത്തിന്റെ ഇന്നത്തെ ദിവസത്തെ സമരക്കാർ ഞങ്ങളാണ്. ഞങ്ങൾ കുട്ടികളാണ്, നാളത്തെ തലമുറകൾ. ഞങ്ങളുടെ മണ്ണും മടവും പാറകളും ഞങ്ങൾക്ക് സംരക്ഷിക്കണം. ഞങ്ങളുടെ മരങ്ങൾ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ സമരം ചെയ്യുകയാണ്. ഞങ്ങളുടെ മണ്ണിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ആഹാരമോ നല്ല ശ്വാസമോ ശ്വസിക്കാൻ നല്ല വായു കിട്ടുന്നില്ല. ഈ ദുരിതത്തിന് ഞങ്ങൾക്കൊരു അറുതി വേണം. അതുകൊണ്ട് ഇന്ന് ഞങ്ങളാണ് സമരത്തിനിരിക്കുന്നത്. 52ാം ദിവസത്തിലേക്കാണ് ഞങ്ങളുടെ ഈ സമരം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സമരത്തിൽ ഇന്ന് ഞങ്ങളാണ് പങ്കെടുക്കുന്നത്. കാരണം സ്കൂളിൽ പോകുന്ന നേരത്ത് ടിപ്പർ ലോറികളെല്ലാം ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. അതിൽ നിന്ന് ഒരു കല്ലെങ്കിലും തെറിച്ചു വീണാൽ ഒരു ജീവനാണ് പൊലിയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.